ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കണരടുത്തായി തേവക്കൽ ജംഗ്ഷനിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു വലിയ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 5200 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4.5 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജ്, വിദ്യോദയ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് 1 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ ബസ് സ്റ്റോപ്പിലേക്ക് വെറും 500 മീറ്റർ മാത്രം ദൂരമാണുള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് വളരെ വിശാലമായൊരു മുറ്റം തന്നെയാണ്. ഒരേ സമയം 2 കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്ന വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ പിടിച്ച് മനോഹരമാക്കി തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളവും കൂടാതെ KWA വാട്ടർ കണക്ഷനുമാണ്. വീടിൻ്റെ ഫ്രണ്ട് വാളിലായി നല്ലൊരു ക്ലാഡിംഗ് സ്റ്റോൺ വർക്കൊക്കെ നമുക്കിവിടെ കാണാം. നല്ല നീളമേറിയൊരു സിറ്റൗട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 6-7 പേർക്കൊക്കെ സുഖമായി ഇവിടെ ചേറിട്ടിരിക്കാവുന്നതാണ്. വളരെ മനോഹരമായൊരു ഡിസൈൻ തന്നെയാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റ് തന്നെ നമുക്കിവിടെ ഇടാവുന്നതാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. പാനലിംഗ് വർക്കൊക്കെ നൽകിക്കൊണ്ടുള്ള വളരെ മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്, വളരെ വിശാലമായൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 10-12 ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാവുന്ന വലിയ ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ നമുക്ക് ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങിയ മാറി തന്നെയാണ് മനോഹരമായൊരു വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു LED മിററൊക്കെ കൊടുത്ത് LED സ്പോട്ട് ലൈറ്റുകളൊക്കെ നൽകി വളരെ ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്റ്റെയർവേക്ക് താഴെയായി വലിയൊരു സ്റ്റോറേജ് സ്പേസും അതിനോട് ചേർന്ന് ഒരു സ്റ്റഡി ടേബിളൊക്കെ ഇവിടെ ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലും മനോഹരമായൊരു സീലിംഗ് വർക്ക് തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. നമുക്കിനി വീടിൻ്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ മനോഹരമായൊരു എൻട്രൻസ് തന്നെയാണ് കിച്ചന് നൽകിയിരിക്കുന്നത്. ക്രോക്കറി യൂണിറ്റും സ്റ്റോറേജ് സ്പേസൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ കബോർഡ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു കിച്ചൺ കബോർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കബോർഡുകൾക്ക് നടുവിലായി സിമൻറ്റ് ഫിനിഷ് ലഭിക്കുന്ന രീതിയിലുള്ള മനോഹരമായ വോൾ ടൈലുകളും കാണാം. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ കിച്ചണെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ടൈലുകളാണ് കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെയായി ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയും നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് മുഴുവനായി തന്നെ കവർ ചെയ്ത് വളരെ മനോഹരമാക്കി തന്നെയാണ് വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 13 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിനുള്ളത്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. സിറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 12 അടിയോളം നീളവും 10 അടിയോളം വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഇവിടെയും 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റൊക്കെ നൽകി ഭംഗിയാക്കി തന്നെ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്.
ഭംഗിയുള്ളൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നല്ല സൗകര്യമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ വീടിൻ്റെ ബാത്റൂം ടൈലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. GA ട്യൂബിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഈ വീടിൻ്റെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. ഫ്ലോറിൽ മുഴുവനായി തന്നെ ഗ്രാനൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് 2 ഭാഗങ്ങളായി തിരിച്ച വലിയൊരു ലിവിംഗ് ഏരിയ തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗത്തായി മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ ഇവിടെ നമുക്ക് കാണാം. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയയുടെ രണ്ടാമത്തെ ഫേസ് ഒന്ന് കണ്ടു നോക്കാം. ഓഫീസ് പർപ്പസിനോ ആയി അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ആയൊക്കെ ഈ ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലാപ്ടോപ്പും മറ്റും വെക്കുന്നതിനായിട്ടുള്ള ടേബിളുകളും പിന്നെ ഒത്തിരി സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 10 അടിയോളം നീളവും 4.5 അടിയോളം വീതിയുമുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീനും മറ്റും വെക്കാനായിട്ടുള്ളൊരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. 3 പാടുകളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. അതിനോട് കൂടെ തന്നെ ചെറിയൊരു ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമും തന്നെ ഒട്ടും കൺജസ്റ്റഡായി ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ളൊരു സീലിംഗ് വർക്ക് നമുക്ക് ഈ റൂമിലും കാണാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമ്മളിനി വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ് കടന്നു ചെല്ലുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ സീലിംഗ് മുഴുവനായി തന്നെ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ടഫൺ ഗ്ലാസുകൾ നൽകി സേഫാക്കി തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ മനോഹരമായ വീടിൻ്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 5,200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,28,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഈ വീടിന് ആവശ്യമായ എല്ലാവിധ ലോൺ സംവിധാനങ്ങളും തീർച്ചയായും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.